അവിടുന്ന് അബീ ഉമാമ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു മുസ്ലിം എങ്ങാനും പടച്ച റബ്ബേ ഒരു മുസ്ലിമിന്റെ അവകാശം എങ്ങാനും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു മുസ്ലിമിന്റെ സ്വത്തെങ്ങാനും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അവന്റെ പടച്ച റബ്ബേ എന്തെങ്കിലും നമ്മളെങ്ങാനും എടുത്തു കഴിഞ്ഞാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്നിട്ട് അവിടുന്ന് പടച്ചറപ്പേ എന്റേതാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടോ, എന്റേതാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവന് സാക്ഷിയെ കൊണ്ടുവരികയാണ്, അല്ലെങ്കിലും അവനതിനുള്ള തെളിവുകൾ മറ്റെന്തെങ്കിലും രേഖപ്പെടുത്തുകയാണ്, ഇത് എന്റെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറപ്പേ സ്വത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വാദത്തിന് വേണ്ടിയിട്ടോ സാക്ഷികളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവുകളോ കൊണ്ടുവരികയോ, സത്യത്തിൽ അതൊരു മറ്റൊരു മുസ്ലിമിൻ്റെതാണല്ലോ, സത്യത്തിൽ അത് മറ്റൊരാളതാണല്ലോ. അതാ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിന്ന് പറയുകയാണ്, ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അങ്ങനെ എങ്ങാനും ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് പടച്ച തമ്പുരാന്റെ സ്വർഗ്ഗലോകമില്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗം അവർക്ക് ഹറാമാണെന്ന് അതാവിടുന്ന് റസൂലുള്ള പറയുകയാണ്. എത്രയോ ആളുകൾ പറയാറുണ്ടല്ലോ, ഉസ്താദേ എന്റെ ഉമ്മാന്റെ സ്വത്ത് എനിക്ക് ലഭിക്കാനുണ്ട്, ഉമ്മയുടെ ആങ്ങളമാരത് പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഉസ്താദേ എന്റെ പിതാവിന്റെ സ്വത്ത് എനിക്ക് കിട്ടാനുണ്ട്, അല്ലാഹുവേ പിതാവിന്റെ ജ്യേഷ്ഠാനുജന്മാര് സ്വത്ത് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ പറയുന്ന എത്രയോ ആളുകളുണ്ടല്ലോ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഉമ്മ അങ്ങനത്തെ ആളുകളുണ്ടെങ്കിലോ, അങ്ങനത്തെ വാപ്പമാരുണ്ടെങ്കിലോ, അങ്ങനത്തെ സഹോദരങ്ങളുണ്ടെങ്കിലോ നിങ്ങൾ നമസ്കരിച്ചിട്ട് കാര്യമില്ല, നോമ്പെടുത്തിട്ട് കാര്യമില്ല. പടച്ച റബ്ബേ, എത്ര വലിയ വിഷമങ്ങൾ ദുനിയാവിന്റെ തൊലിക്കുമുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലോ, എത്രയോ സമ്പത്ത് നിങ്ങളുടെ കൈവശമുണ്ടായിട്ടോ അത് ആരാന്റെ ഹക്ക് കലർന്നതാണെങ്കിലോ, നമ്മുടെ കൂടപ്പിറപ്പുകൾ, നമ്മുടെ കൂട്ടുകാരുടെ, നമ്മുടെ നാട്ടുകാരുടെ, പടച്ച റബ്ബേ നമ്മുടെ കുടുംബക്കാരുടെ ഹക്കെങ്ങാനും കലർന്നതാണെങ്കിലോ ഒരിക്കലും തന്നെ നിങ്ങളുടെ പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റി തരുന്നതല്ല, നിങ്ങളുടെ വേദനകൾക്ക് അല്ലാഹു തആല അറുതി തരുന്നതല്ല, നിങ്ങളുടെ വിഷമങ്ങൾ ഒരിക്കലും ശമിക്കുന്നതല്ല. പള്ളിയിലെ ഉസ്താദിന്റെ കയ്യിൽ കൊണ്ടുപോയിട്ടോ 1000-10,000 രൂപ കൊടുത്തിട്ടോ, പള്ളിക്ക് സ്വതക്ക കൊടുത്തിട്ടോ, പടച്ച റബ്ബേ മദ്രസക്ക് സംഭാവന കൊടുത്തിട്ടോ, അല്ലാഹ് ഒരുപാട് ദുആ ചെയ്യണം ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഹക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കലർന്നോ, നിങ്ങളുടെ സമ്പത്തിലുണ്ടെങ്കിലോ പടച്ച റബ്ബേ അത് ശുദ്ധിയാക്കാതെ നിങ്ങൾ എത്ര ദുആ ചെയ്തിട്ടും തന്നെ കാര്യമില്ലല്ലോ, നിങ്ങൾ ദുആ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അല്ലാഹ് നിങ്ങളെ മക്കളെ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്, അല്ലാഹ് നിങ്ങളെ മക്കളെ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുന്നതാ. അല്ലാഹ് മാരകമായ രോഗങ്ങൾ തരികയാണ്. പടച്ച റബ്ബേ കുറച്ചു കാലം ചിലപ്പോ നിനക്ക് സുഖം തോന്നിയേക്കാം, നിനക്ക് മറ്റുള്ളവന്റെ ഒരുപാട് സമ്പത്ത് നിന്റെ കയ്യിലുണ്ടല്ലോ, ഒരുപാട് സമ്പത്ത് നിന്റെ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് പടച്ച റബ്ബ് കുറച്ചൊക്കെ നിനക്ക് സുഖം തന്നേക്കാം. പടച്ച റബ്ബേ കുറച്ച് കഴിഞ്ഞാ നിന്നെ അല്ലാഹ് ഒരു പിടുത്തം പിടിക്കും ചെറുപ്പക്കാരാ, നിന്നെ അല്ലാഹ് ഒരു പിടുത്തം പിടിക്കും വാപ്പാ. അതുകൊണ്ടുണ്ടല്ലോ അല്ലാഹുവേ നീ കിടന്നിട്ട് പെടയുമല്ലോ, നീ കിടന്നിട്ട് പെടയുമല്ലോ. അല്ലാഹ് നീ എന്റെ സമയത്തെ ഒന്ന് നീട്ടിക്കൊണ്ട് അല്ലാഹ് എന്റെ അവകാശികൾക്ക് ഞാൻ കൊടുത്തുകൊള്ളമല്ലാ, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം വീതിച്ചു കൊള്ളാം. എനിക്ക് കുറച്ച് സമയം കൂടെ
നീട്ടിത്തരണേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അടിമകളായ നമ്മളോ അതാ നമ്മൾ കെഞ്ചുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കണ്ട. ഏതെങ്കിലും സമ്പത്ത് നിന്റെ അവകാശികളുടെ നിന്റെ സ്വത്തിലുണ്ടെങ്കിലോ, നിന്റെ ആർക്കെങ്കിലും കൊടുത്തു വീട്ടാനുണ്ടെങ്കിലോ, നിന്റെ വാപ്പാന്റെ പെങ്ങന്മാർക്ക് കൊടുക്കാനുണ്ടെങ്കിലോ, നിന്റെ വാപ്പാന്റെ അനിയന്മാർക്ക് കൊടുക്കാനുണ്ടെങ്കിലോ, നിന്റെ ഉമ്മാന്റെ സ്വന്തക്കാർക്ക് കൊടുക്കാനുണ്ടെങ്കിലോ അത് കൊടുത്തു വീട്ടിക്കോ. അല്ലെങ്കിൽ നിന്റെ തലമുറകളുണ്ടല്ലോ, നീ മാത്രമല്ല ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുക, നിന്റെ തലമുറകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കാരണത്താൽ അവിടുന്ന് പിടികൂടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. വീണ്ടും അതാ റസൂലുള്ളാഹി പറയുകയാണ്, വഅജബലഹുന്നാ, നിനക്ക് അല്ലാഹുവിന്റെ നരകം നിർബന്ധമാ, നിനക്ക് സ്വർഗം ഹറാമാക്കിയിരിക്കുകയാണ്, നിനക്ക് നരകം ഹലാലാക്കിയിരിക്കുകയാണല്ലോ. നീ നിർബന്ധമായിട്ടും നരകത്തിന്റെ അടിത്തട്ടിലേക്ക് കടക്കേണ്ടവനാണ്. നിന്നെ നരകത്തിന്റെ ഉള്ളറയിലേക്ക് വലിച്ചെറിയുമെന്നോ അവിടുന്ന് റസൂലുള്ളാഹി പറയുകയാണ്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ഈ ഹദീസ് അവിടുന്ന് പറയുന്ന സമയത്തോ, ഈ കാര്യം അവിടുന്ന് ചോദിക്കുന്ന സമയത്തോ, ഇത് സഹാബത്തിലേക്ക് കൈമാറുമ്പോ അവിടുന്ന് സഹാബത്ത് അവിടുന്ന് സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഫഇൻ കാന ശൈഅൻ യസീറൻ യാ റസൂലല്ലാഹ്, കട്ടത് ചെറിയ വസ്തുവാണെങ്കിലോ നബിയേ, മറ്റുള്ളവരുടെ ഹക്ക് കൊടുത്തു വീട്ടാനുള്ളത് അത് ചെറിയൊരു വസ്തുവാണെങ്കിലോ നബിയേ, അവിടുന്ന് റസൂലുള്ളാഹി പറയുകയാണ്, വഇൻ ഖലീബൻ മിൻ അതൊരു അറാക്കിൽ നിന്നുള്ള ചെറിയ കഷ്ണമാണെങ്കിലും, അതൊരു അറാക്കിൽ നിന്നുള്ള ചെറിയൊരു കഷ്ണമാണെങ്കിലും അങ്ങനെ തന്നെയാണ് സഹാബ, അതിന്റെ കാര്യം അങ്ങനെ തന്നെയാണ് സഹാബ എന്നോ അതാവിടുന്നു പടച്ചുറപ്പേ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാ പറയുന്നത്, നമ്മൾ ആർക്കെങ്കിലും സ്വത്ത് കൊടുക്കാനുണ്ടെങ്കിലോ, ആർക്കെങ്കിലും കടം വീട്ടാനുണ്ടെങ്കിലോ, പടച്ചുറപ്പേ എത്രയും പെട്ടെന്നതെല്ലാം കൊടുത്തു വീട്ടിക്കോ, അത് കൊടുത്തു വീട്ടിക്കോ. അല്ല എങ്കിലോ പടച്ചു തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ ചെല്ലുന്ന സമയത്തോ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്ന സമയത്തോ അല്ലാഹ് നമ്മെ വെറുതെ വിടുമെന്ന് വിചാരിക്കല്ല, അല്ലാഹ് നമ്മളെ വെറുതെ വിടുമെന്ന് വിചാരിക്കല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടുന്ന് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ് നമ്മെ, മറ്റുള്ളവന്റെ സ്വത്തെങ്ങാനും നമ്മൾ അപകരിച്ചാൽ, അല്ലെങ്കിൽ അവകാശികൾക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മളെ പിടികൂടും. നിനക്ക് നരകം നിർബന്ധമാണ്, സ്വർഗം നിനക്ക് ഹറാമാണ്, ആ സ്വർഗത്തിൽ നീ കിടക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, സ്വഹാബത്ത് അവിടുന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ആ കട്ടത് അല്ലെങ്കിൽ കൊടുക്കാനുള്ളത് ഒരു ചെറിയതാണെങ്കിലോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നീ കൊടുക്കാനുള്ളത് ചെറിയൊരു അറാക്കിന്റെ കഷ്ണമാണെങ്കിൽ, പല്ലിൽ ഇങ്ങനെ കുത്തി കിടക്കുന്ന, പല്ലിന്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ തോണ്ടുന്ന ആ പല്ല് തേക്കുന്ന അറാക്കിന്റെ ഒരു കഷ്ണമാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹുവേ, ഇതാണ് ഉമ്മ നമ്മുടെ ജീവിതം. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്.